ചെറിയമ്മയായിരുന്നോ? അതെ മോളെ, അമ്മയ്ക്ക് കുറവായി. നാളെ രാവിലെ യാമിനെ തിരിച്ചു വന്നേക്കും. ചെറിയച്ച, ഇന്ന് നടന്ന സംഭവത്തില് ചെറിയച്ചന് എന്ത് തോന്നുന്നു? അത് അമ്മയും മകനും ചേർന്നൊരിക്കൽ കലാപരിപാടിയല്ലേ? അതെ. ഇത് ഒരു സൂപ്പർ നാടകമല്ലേ? കളരി നാടകം, കമ്പനി നാടകം, പൊറോട്ട നാടകം, കാക്കാരശി നാടകം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് ഏത് വകുപ്പിൽ പെടുന്ന നാടക? ഇതൊരു ഹാസ്യ നാടകമായിട്ടാ എനിക്ക് തോന്നുന്നത്. പക്ഷേ ആക്ടേഴ്സ് രണ്ടുപേരും വളരെ ബ്രില്യന്റ് ആയിട്ട് അഭിനയിച്ചു. ആ അമ്മ ക്യാരക്ടറിന്റെ ഒടുവിലത്തെ വയലൻസും ഇമോഷൻസും സൂപ്പർ ആയിരുന്നു. പക്ഷേ കൺഗ്രാറ്റ്സ് പറയുന്നതിന് പകരം ചെവിക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാനാ തോന്നിയത്. മകൻ ക്യാരക്ടറിനിട്ട് വർമ്മ സാർ ഒരു പിടപെടച്ചല്ലോ. അവനെ തല്ലുന്നതും കില്ലപ്പട്ടിയെ തല്ലുന്നതും ഒരുപോലെ. ചെറിയച്ച, എനിക്കൊരു സ്വപ്നമുണ്ട്. എന്ത് സ്വപ്നം? ഒരു പൊതുസ്ഥലത്ത് ഈ ദീപകിനെ കെട്ടിയിടണം. എന്നിട്ട് അവിടെ ഈ കാർപ്പന്റേഴ്സില്ലേ, ഇങ്ങനെ അടിക്കുന്ന ഒരു സാധനം ഇല്ലേ, അതിന്റെ പേരാ കൊട്ടുവടി. ആ കൊട്ടുവടിയും കെട്ടിത്തൂക്കി ആർക്കും ഇവനിട്ട് ഇടിക്കാം എന്നൊരു ബോർഡും വെക്കണം. ഇതേ ആ അമ്മയും മകനും കൂടി ഒത്തുകൊണ്ടുള്ള പരിപാടിയാ. ഇവിടെ വർമ്മ സാർ അകറ്റി നിർത്തിയിരിക്കല്ലേ, അപ്പോ അവരവിടെ പോയി. അല്ലെങ്കിലും അവര് കുറെ നാളായിട്ട് അനന്തം പിള്ളയുടെ ആളാ. നമുക്കെതിരെയുള്ള അടുത്ത പടപ്പുറപ്പാടിനുള്ള അണുവായുധമാ അനന്തം പിള്ളയ്ക്ക് ഈ ദീപക്. ഇവൻ ഏട്ടനെതിരെ മത്സരിച്ച വോട്ട് പിടിക്കൂ രാജു? ഒരു ചുക്കും പിടിക്കില്ല. ഇപ്പോ ഏതാണ്ട് ഒരു കാര്യം ഉറപ്പായി. എന്താ? ഇവൻ അച്ഛന്റെ ഒപ്പോണന്റ് കാൻഡിഡേറ്റ് ആയതോടെ അച്ഛൻ ജയിച്ചു കഴിഞ്ഞു. പ്രതാപ് വർമ്മയുടെ സ്ഥിരം സീറ്റല്ലേ മാടപ്പള്ളി. അവിടെ അയാളെ എതിരിടാൻ എന്നെക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി കണ്ടെത്തി. അച്ഛനാകെ ടെൻഷനിലിരിക്കുക. ഇത് അംബികയും ദീപക്കും ചേർന്നുള്ള ഒത്തുകളിയാണെന്ന് പറഞ്ഞോ അച്ഛൻ വിശ്വസിക്കില്ല. യക്ഷിയായ അംബികയെ കാണപ്പെടുന്ന ദേവിയായിട്ടാ അച്ഛൻ കരുതിയിരിക്കുന്നത്. അംബികയെ കുറ്റം പറയാതെ തന്നെ അച്ഛൻ്റെ ടെൻഷൻ മാറ്റണം. അച്ഛാ, അച്ഛൻ ടെൻഷനായിരിക്കാണോ? പിന്നെ സന്തോഷമുള്ള വാർത്തയാണല്ലോ ഞാൻ ഇന്ന് കേട്ടത്. അതിനെന്തിനാ അച്ഛൻ ഇങ്ങനെ അസ്വസ്ഥനാവുന്നത്? ഞാൻ പലതരത്തിൽ ആലോചിച്ചിട്ടും അത് നമുക്ക് പോസിറ്റീവായ ന്യൂസാണ് അച്ഛാ. പോസിറ്റീവായ ന്യൂസോ? നീ എന്തൊക്കെയാ പറയുന്നേ? സ്വന്തം അനന്തരവന് എനിക്കെതിരെ എതിർ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയത് പോസിറ്റീവായ ന്യൂസാണോ? അത് തന്നെയാ പോസിറ്റീവായ ന്യൂസ് അച്ഛാ. പ്രതാപവർമ്മയ്ക്ക് കുടുംബവാഴ്ചയാണെന്നാണല്ലോ അനന്തപിള്ളയുടെ പ്രധാന അലിഗേഷൻ. കുടുംബവാഴ്ചയാണെങ്കിൽ സ്വന്തം അനന്തരവൻ അമ്മാവനെതിരെ മത്സരിക്കോ?